Stimulus, President Rotary, P.T. Harris, Treasurer, Shaji Philip, ഇന്നത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട ഏറ്റവും ബഹുമാനിപ്പിക്കുന്ന നമ്മുടെ പ്രിയാധ്യാപകൻ സരിസ, ബഹുമാനപ്പെട്ട ട്രഷറിയൻ മനോജ്, ട്രഷറി പേജ് മഞ്ജുമത്തായി, ടുഡേസ് ഗസ്റ്റ് ജസ്റ്റിൻ, പ്രിയപ്പെട്ടവർ. അധ്യാപകൻ എന്നുള്ളത് വഴിവിളക്കാണ് നാം കേട്ടിട്ടുള്ളത്. ഒരുപക്ഷെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ എവിടെ പറയാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞ വാക്കാണ് പിന്നെ ആവർത്തിക്കുക. ഞാൻ ഒരുപക്ഷെ ഒരു ഡോക്ടർ ആയെങ്കിൽ കാരണം നമുക്ക് പലപ്പോഴും ഒരു സബ്ജക്റ്റിനോട് ഇഷ്ടം വരുന്നത് നമ്മൾ പഠിപ്പിക്കുന്ന അധ്യാപകനോട് അല്ല, അധ്യാപകയുടെ പഠിപ്പിന്റെ ആ ശൈലി കൊണ്ടുള്ള ഇഷ്ടമാണ്. എന്നെ ബയോളജി പഠിപ്പിച്ച ടീച്ചറിനോട് ഇഷ്ടം എനിക്ക് ബയോളജിയോട് ഇഷ്ടമായി മാറി. അതേ ബയോളജി ഒരുപക്ഷെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റായി മാറി. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഓരോ വ്യക്തികളും ഒരുപക്ഷെ ഞാൻ സണ്ണി സാറിനെ കണ്ടിട്ടായുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്, സണ്ണി സാറ് ശരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെയാണ്, പാഷനും പ്രൊഫഷനും ഒന്നായി വരിക എന്ന് പറഞ്ഞാൽ അത് അത്യപൂർവമാണ്. അപ്പോ സണ്ണി സാറിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ്. സാറിന്റെ പാഷനുമാണ്, പ്രൊഫഷനും കൂടെയാണ് ടീച്ചിങ്. അപ്പോ അതൊരു വലിയ ഗിഫ്റ്റാണ്, ഒത്തിരി ദൈവികമായ കാര്യമാണ്. പക്ഷെ ഒത്തിരി പേർക്ക് ഈശ്വരനായി മാറുന്ന വ്യക്തി, ഒത്തിരി പേർക്ക് വഴിവിളക്കാവുന്ന, അവർ എവിടെ എത്തണമെന്ന് കാണിച്ചു കൊടുത്തിട്ടില്ല, ഒത്തിരിയേറെ പുണ്യം ചെയ്തൊരു ജന്മം തന്നെയാണ്. അപ്പൊ അതിപ്പോ അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് തന്നെ ആദ്യം വെക്കുന്നത് നമ്മുടെ റോട്ടറി തിരുവമ്പാടി പ്രസിഡന്റ് ഹാരിസേട്ടനെയാണ്. ഹാരിസേട്ടൻ നമ്മുടെ എന്താ പറയാ എനർജിയാണ്, ഇല്ലെങ്കിൽ നമ്മളില്ല. ഒത്തിരി സ്നേഹമാണ് ഹാരിസേട്ടൻ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യും. ദെൻ നമ്മുടെ വീണ്ടും സന്നിസാറിലേക്ക് എത്താം. സന്നിസാറിന് എന്താ പറയാ, ഈ ഒരു പുണ്യം ഒത്തിരി പേർക്ക് ജീവിതം, കുട്ടികൾക്ക് ഒരുപക്ഷെ അത് അങ്ങയുടെ സേവനം ഒരുപക്ഷെ കേരളത്തിന്റെയോ ഇന്ത്യയുടെയോ ഒന്നും ഭൂമിയിൽ നിൽക്കാതെ പക്ഷെ ഒട്ടേറെ രാജ്യങ്ങളിൽ പോലും അങ്ങയുടെ സേവനം ഇന്നും ലഭ്യമാണെന്ന് എനിക്കറിയാം. അപ്പോ ഒത്തിരി നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയ സണ്ണി സാറിനെ, ജോസഫ് പി സാറിനെ ഏത് മീറ്റിംഗിലേക്ക് സ്വാഗതം. ഷാജി ഫിലിപ്പ്, ഷാജിയുടെ സംബന്ധിച്ച് ഷാജിയോടിന് ഞാൻ പറയുക മാൻ ഓഫ് പെർഫെക്ഷൻ എന്നാണ്. തീർച്ചയായിട്ടും എന്താ പറയുക, എത്ര കൃത്യതയോടുകൂടി കാര്യങ്ങളില്ല നമുക്ക് ഈശ്വരനെ പോലെ കാര്യങ്ങളെ എത്ര കൃത്യമായി മാനേജ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് നമ്മുടെ ട്രഷറായി കിട്ടി. അപ്പോ ഷാജിയേട്ടനെ ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ ഈ ഗ്യാദറിംഗിലേക്ക് സ്വാഗതം ചെയ്യും. ബഹുമാനപ്പെട്ട റജിമത്തായി, ക്യാമറയ്ക്ക് പിന്നിലാണെങ്കിലും അറിയാം, നമുക്ക് നമ്മുടെ റിപ്പോർട്ടിങ് ഞാൻ ചിന്തിക്കായിരുന്നു. നമ്മുടെ ഇന്നലെ നമ്മുടെ മന്ദ റിപ്പോർട്ടിങ് ഭയങ്കര കഷ്ടപ്പാടാണ്, 3-4 ദിവസത്തെ കഷ്ടപ്പാട്. ഇന്നലെയൊക്കെ മണിക്കൂറുകൾ ഇന്നും തിരക്കടയിൽ വന്നാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. അപ്പോ വളരെ സ്നേഹത്തോടെ നമ്മുടെ റജിമത്തായെ സ്വാഗതം ചെയ്തു. മനോരഞ്ജൻ വളരെ കണ്ടിട്ടാൻ വിഷമം, നമ്മുടെ മെമ്പറാന്നറിയാം, കണ്ടിട്ടാൻ വിഷമം, ഒറ്റാളും കൂടിയാണ് നമ്മളോട് കൈ കിട്ടുന്നത്. അപ്പോ മനോജുമായി പക്ഷേ എന്താ പറയുക, ബിസിനസിന്റെ എന്താ പറയാ മയക ഭാഗങ്ങൾ മുഴുവൻ എന്താ പറയാ നെഞ്ചിലടുക്കി പിടിച്ച് എന്താ പറയാ ബിസിനസിന്റെ പാഷൻ ഒരു ബിസിനസ്സുകാരനെ അറിയുന്ന അവസ്ഥയിൽ ഏറ്റവും അതേ വ്യക്തി എന്താ പറയുക. കാരണം ഇതൊരു പാഷനും പ്രൊഫഷനുമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഗൾഫിൽ നിന്ന് വന്ന് ആദ്യകാലങ്ങളിൽ ആ പഴയ ബിൽഡിംഗിൽ ഇരിക്കുമ്പോൾ അന്ന് പറയുമായിരുന്നു, ഞാനിത് കൂടുതൽ ചെയ്യും, വിജയിപ്പിക്കും. ആ കോൺഫിഡൻസ് ഈവൻ സാധാരണ കൂടുതലിരിക്കുന്ന ആൾക്കാർക്ക് ബിസിനസ് വരിക, അങ്ങനെ കക്കടപ്പയിൽ നിന്നും കൂമാറിൽ നിന്നും കൂടുതൽ ഒരു പുല്ലേക്കെന്ന് പറയാം, ചിലപ്പോൾ തിരുവമ്പാടി നിന്ന് പറയാം, ഇത് കോഴിക്കോട് നിന്നും പക്ഷേ ബാംഗ്ലൂരിൽ നിന്ന് പറയാൻ ബിസിനസ് നടത്തുന്നുണ്ട്. അതാണ് ഇദ്ദേഹത്തിന്റെ ക്വാളിറ്റി. അപ്പൊ അങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള ആൾക്കാരാണുള്ളത്. പിന്നെ ജസ്റ്റിൻ നമ്മുടെ ഈ ക്ലബിലേക്ക് ആദ്യം മനസ്സിലാക്കേണ്ട വ്യക്തിയായിരിക്കും വരും. പക്ഷെ അദ്ദേഹം എപ്പോഴും പറയും, ഞാൻ സത്യം ശാന്തമായ സ്ഥലവും ധീരമായ പ്രവൃത്തിയാണ് ഇന്ത്യയിലെ ഒരാൾ. സത്യം അർത്ഥാണ് അങ്ങനത്തെ വ്യക്തിത്വമാണ് ജസ്റ്റിൻ. അപ്പൊ ജസ്റ്റിൻ ജി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക ദൈവം ഇന്ന് ഉണ്ടാവണം, ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടാവുന്നതാണ് നിങ്ങളുടെ ഉണ്ടായത്. അപ്പോ ഏതാണ് ഒത്തിരി സ്നേഹത്തോടെ ജസ്റ്റിൻ ചെയ്യുന്ന മീറ്റിംഗ് സ്വാഗതം ചെയ്തു. ഇനി വരാനുള്ളത് നമ്മുടെ ജിപ്സാണ് വരാനുണ്ട്, മെമ്പേഴ്സ് വരാൻ സാധ്യതയുണ്ട്. എല്ലാവരെയും ഇന്നത്തെ ഈ ഈവനിങ്ങിൽ നമ്മുടെ ടീച്ചേഴ്സ് ഡേയുടെ സെലിബ്രേഷന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്നതിന് വേണ്ടി പ്രസിഡന്റ് ക്ഷണിച്ചുകൊണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ തന്നെ എനിക്കൊരു ഫോൺ കോൾ വന്നത്, അത് നമ്മുടെ ജോസഫ് പി സിയുടെ
ഫോൺ കോളായിരുന്നു. പക്ഷെ അത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. തിരിച്ച് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നു. തിരിച്ച് വിളിക്കുമ്പോൾ സമയത്ത് എനിക്ക് പുള്ളി എടുത്തില്ല. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മിണ്ടാൻ പറ്റില്ല. ഇപ്പോഴാണ് മിണ്ടാൻ പറ്റിയതും ഒരാശംസ അറിയിക്കാൻ പറ്റിയത്. യെസ് കമിൻ സോറി. യെസ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ടീച്ചേഴ്സ് ഡേ കൊണ്ടാടുന്ന ഒരു ദിവസമാണ്. അന്നത്തെ ദിവസം തന്നെ ഇന്നത്തെ നമ്മുടെ മീറ്റിംഗ് വെച്ചിട്ട് ആ മീറ്റിങ്ങിൽ വെച്ചിട്ട് നമ്മുടെ ബഹുമാന്യായ സണ്ണി പുളിമുട്ടിൽ ജോസഫ് PC എന്ന അതുല്യ പ്രതിഭ, അധ്യാപനത്തിൽ അതുല്യ പ്രതിഭയായിട്ടുള്ള ആളെ നമ്മൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് കണ്ടെത്തിയല്ല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് എല്ലാ പ്രവർത്തിയും ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ ഒരു ഈ ചെറിയ തോതിൽ ആദരവ് മാത്രം പോരാ, എത്ര ആദരിച്ചാലും മതിയാവാത്ത ഒരു അദ്ദേഹമാണുള്ളത്. അങ്ങനെ ഉള്ള അദ്ദേഹത്തെ നമ്മൾ ഈ ചെറിയ ഒരു ഉപകാരമൊക്കെ കൊടുത്തിട്ട് ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാവരുടെയും ഇന്നത്തെ ജനറൽ ബോഡിയിൽ വെച്ച് ആദരിക്കുകയും ബഹുമാനിക്കുകയും അദ്ദേഹത്തെ റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസരമാണ്. അതിനെ ബഹുമാന്യായ അദ്ദേഹത്തെ ഈ ഇതിൽ ഇന്നത്തെ പ്രത്യേക ദിനത്തിൽ അഭിനന്ദിക്കുകയും കൂടെയാണ് ചെയ്യുന്നത്. ഇന്നിവിടെ എത്തിയിരിക്കുന്ന മനോജ്, GB, ഷാജി, റജി, ഡോക്ടർ സന്തോഷ്, ജസ്റ്റിൻ, നമുക്കൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഡോക്ടർ സന്തോഷ് വിളിച്ചു വരുത്തിയിരിക്കുന്ന ജസ്റ്റിനാണ്. അപ്പോൾ മനോജിന്റെ ഒക്കെ പിൻബലത്തിൽ ജസ്റ്റിൻ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മള് ഈ അവസരം, അതായത് ടീച്ചേഴ്സ് ഡേയിൽ ഒരു വ്യക്തിയെ ആദരിക്കുന്ന ചടങ്ങിൽ ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്നു. എത്ര വർഷമായെങ്കിലും ഒരുപാട് ടീച്ചേഴ്സ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ചെറുത് കേട്ടില്ല, ചെറുതിൽ ഇപ്പോഴും പറയുന്നത് മാതാപിതാ ഗുരു ദൈവം. ശരിക്കും ടീച്ചർമാരെന്നുള്ളത് ഓരോ ടീച്ചറും നമ്മുടെ ജീവിതത്തിൽ വളരെ വ്യക്തമായി ഇടപെട്ടത് കൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് ഈ സ്ഥാനത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഓരോ ടീച്ചർമാരുടെയും അത്രമാത്രം കരുതലുള്ളത് കൊണ്ടാണ് നമ്മൾ ഓരോ സ്ഥാനങ്ങളിൽ എത്തിപ്പെട്ടു. ശരിക്കും സണ്ണി സാറ് നമ്മുടെ കൂടെ ആയിരിക്കുന്നത് ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ ചാർട്ടർ ഡേയിൽ ആ ഒരു ദിവസം സാറിൻ്റെ ഒരു പ്രൊഫഷണലിസം പുള്ളി ശരിക്കും അവിടെ നിന്ന് കാണിക്കേണ്ടായി. കാരണം പുള്ളിയുടെ ഒരു വ്യക്തിപരമായ ഇടപെടലിലാണെങ്കിൽ ശരിക്കും അത് അത്ര ഭംഗിയായിട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ആ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ നടക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ആ ശരിക്കും രാത്രിക്ക് ഉറക്കളിച്ച ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ ശരിക്കും അഡ്മയറബിളാണ്. ശരിക്കും സണ്ണി സാറ് ഒരു ശരിക്കും ഒരു ടീച്ചറിനുപരിയായിട്ട് കുട്ടികളുമായിട്ട് വളരെ വ്യക്തിപരമായിട്ട് അടുത്ത് ഇടപെടി സംസാരിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു നേച്ചറുള്ള വ്യക്തിയാണെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ നമ്മൾ ആദരിക്കുന്നത് നമ്മുടെ ഈ റോട്ടറി ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു വലിയൊരു എന്താ പറയുക, പുള്ളി നമ്മുടെ കൂടെയുള്ള നമുക്കൊരു അഭിമാനമാണ്. അപ്പം സാറിന് ഈ അവസരത്തിൽ ഞാൻ ശരിക്കും അഭിനന്ദിക്കുന്നു. ഇതിന് ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന എല്ലാ മെമ്പേഴ്സിനെയും പ്രത്യേകിച്ച് ജസ്റ്റിനെയും ഞാൻ സന്തോഷത്തോടെ സ്നേഹത്തോടെ എന്താ പറയുക സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി എൻ്റെ സത്യമുള്ളവരെ ആദ്യം തന്നെ സണ്ണി സാർ എന്ന അധ്യാപനത്തിന്റെ എല്ലാവിധ നന്മകളും ആശംസകളും. എനിക്ക് സണ്ണി സാറെ ഓർമ്മ വരുന്ന എൻ്റെ മനസ്സിൽ വരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലാസ്റ്റ് ഡേ ഞങ്ങൾ കക്കാടംപൊയിൽ പോയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മിനിറ്റിൽ പോലും സാറിന്റെ പ്രൊഫഷൻ എന്ന് മാറി ചിന്തിച്ചില്ല. ജിബി ഇത് നോക്കുന്നതായിട്ട് മൊബൈലിൽ വരുന്ന സ്കൂളിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു സാർ. എനിക്ക് തോന്നുന്നു സാറിന്റെ കൂടുതലും ഉറക്കത്തിലും ഞങ്ങളൊക്കെ ഒരു 10 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ 5 മണിയാകുമ്പോൾ നമ്മുടെ ജോലി അവസാനിപ്പിക്കുന്ന ആളുകളാണ്. സാറേ സംബന്ധിച്ച് സാർ അങ്ങനെയല്ല. നാളെ കുട്ടികൾക്ക് എന്ത് കൊടുക്കും അത് പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് എനിക്ക് തോന്നിയിട്ടുള്ള നമ്മളൊക്കെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ് സാർ ഇപ്പോൾ കുട്ടികളാണ് എന്ന് പറഞ്ഞാൽ. കുട്ടികളെ എങ്ങനെയാണ് കുട്ടികളെ വായിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അതേപോലെ തന്നെ ക്ലാസ്സിൽ സാറിന് കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. എനിക്ക് എന്റെ ഓർമ്മയിൽ വരുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ സാറ് പറഞ്ഞ നമ്മളൊക്കെ ഒരു ഇൻഡിവിജ്വൽ അവാർഡുകൾ വാങ്ങിയിട്ടുള്ള ആളുകളാണ്. ഏറ്റവും നല്ല പഠിക്കുന്ന ക്ലാസ്സിലെ കുട്ടി, അല്ലെങ്കിൽ ഓട്ടത്തിൽ ഫസ്റ്റ് കിട്ടുന്ന കുട്ടി. പക്ഷെ സാറ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ക്ലാസ്സിനെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഒന്നിച്ച് വിളിച്ചിട്ട് ആദരവ് കൊടുക്കുക. അപ്പൊ അവിടെ ഒരു ടീം ഉണ്ടാവുന്നുണ്ട്. അവിടെ ഒരു വ്യക്തി ഉണ്ടാക്കിയ ഒരു മെച്ചം ആ ടീമിന്റെ മൊത്തം ഒരു മെച്ചാക്കി മാറ്റുകയും അപ്പൊ മറ്റവരോടും കൂടി പഠിക്കാൻ ഉള്ള ഉണ്ടാക്കി കൊടുക്കുകയും ഡെയിലി ക്വിസ് കോമ്പറ്റീഷൻ നടത്തുകയൊക്കെ ചെയ്യുന്ന
വേണമെങ്കിൽ ഒരു വേറിട്ട അധ്യാപനം നമുക്ക് പറയാം. ഒരു അധ്യാപനം എന്തായിരിക്കണം എന്നുള്ളത് ആധുനിക കാലഘട്ടത്തിൽ വല്ലാതെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ്. നമ്മളൊന്നും പഠിക്കുന്ന സമയത്തുള്ള ഒരു ടീച്ചറല്ല ഇപ്പോഴത്തെ പുതിയ ടീച്ചർമാർ. അവർ എന്നും അപ്ഡേറ്റഡ് ആവുന്ന, എന്നും കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ട് ആളുകളെ റീൻഫോഴ്സ് ചെയ്യുന്ന, പോസിറ്റീവായിട്ട് പിന്നെയും അവരുടെ കഴിവുകളെ വിനിയോഗിക്കാൻ പ്രേരിപ്പിക്കുന്ന, കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന അങ്ങനെ ഒരു അധ്യാപകനാണ് സണ്ണി സാറിൽ എനിക്ക് കാണാൻ കഴിയുന്നത്. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നൽകുന്നു. സണ്ണി സാറിനെ എനിക്ക് ചുരുങ്ങിയ കാലമുള്ള എനിക്ക് പരിചയമുണ്ടായിരുന്നു. നേരത്തെ പരിചയപ്പെടേണ്ട ഒരു വ്യക്തിയായിരുന്നു. കാരണം എന്തോ കുറച്ച് കാലമായുള്ളൂ കൂടുതൽ സംസാരിക്കാൻ തന്നെ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ പഠിക്കാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കൂടി. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കാരണം എന്ന് വെച്ചാൽ എന്നോട് ചോദിക്കും, നീ എങ്ങനെ അതങ്ങനെ ചെയ്യുന്നത്, ഇതിങ്ങനെ ചെയ്യുന്നത്, എടാ അവിടെ ഇത് റേറ്റ് കിട്ടും, ഞാൻ നോ പ്രോബ്ലം ഒന്നും വിട്ടേക്കാൻ പറയും. അപ്പം അങ്ങനെ പഠിക്കുന്നതിനോടൊപ്പം പഠിപ്പിക്കുന്നതിനോടൊപ്പം പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. അതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ എങ്ങനെ അവർ ക്ലാസ് എടുക്കുന്നതെന്നോ അങ്ങനെ രീതികളൊന്നും എനിക്കറിയാം. എനിവേ, എന്നെ ജീവിതത്തിൽ സ്പർശിച്ച ഒരു ടീച്ചറായിരുന്നു. എന്നെ 7 പഠിപ്പിച്ച റോസിറ്റ എന്ന് പറഞ്ഞൊരു സിസ്റ്ററാണ്. ഞാൻ അടുത്ത ചുരുങ്ങിയ സമയത്ത് ഞാൻ പോയി കണ്ടിരുന്നു. എന്നെ കണ്ടപ്പോൾ മുഖം മനസ്സിലായി. കാരണം ചുണ്ട് തടിച്ച ഒരാൾ നിന്നെ മാത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നീ തടിച്ചു പോയി, പക്ഷെ ചുണ്ട് അതുപോലെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ പുള്ളിക്കാരി മനസ്സിലാക്കി. എനിക്ക് ഞാൻ പറയുമ്പോൾ ഞാൻ പഠിച്ച സൈൻ തീറ്റയോ കോസ് തീറ്റയോ ഒന്നും എന്നെ ജീവിതത്തിൽ ഒന്നും ആക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ പഠിച്ച കുറെ പഠിപ്പുകൾ വെറുതെയായിരുന്നു. പക്ഷെ ഒത്തിരി നന്മകൾ നമ്മുടെ ഉള്ളിലോട്ട് വന്ന് പാകുന്നതെന്ന് അവരൊക്കെയായിരുന്നു. ആ ഒരു ചിത്രമാണ് എനിക്കുള്ളത്. അപ്പോൾ എന്നെ പഠിപ്പിച്ച എല്ലാ മാഷന്മാർക്കും ടീച്ചർമാർക്കും സാറന്മാർ എല്ലാവർക്കും എന്നെ ആരെന്ത് പഠിപ്പിച്ചു, ഞാൻ എവിടെയൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്, ആ ക്ലബ്ബുകളിലുള്ള ആൾക്കാർ പലതും നമ്മുടെ പലതും പഠിപ്പിച്ച ആൾക്കാരാണ്. അപ്പൊ എല്ലാവർക്കും പ്ലസ് എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ കൂടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട മാഷിന് എല്ലാവിധ ഇന്ന ദിവസത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. ആശംസകൾ അതിന് സണ്ണി സാറിന് നേരുന്നു. പിന്നെ സണ്ണി സാറിനെ കുറിച്ച് ഇപ്പൊ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരു കാര്യങ്ങൾ പറയാത്ത കാര്യം സണ്ണി സാറ് നമ്മള് പഠിച്ച കാലഘട്ടത്തിലെ ഗുരുക്കന്മാരിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. നമ്മുടെ കാലഘട്ടത്തിൽ എന്താ ഗുരുക്കന്മാർ ടീച്ചേഴ്സ് എല്ലാം ചെയ്ത് പഠിക്കുന്ന കുട്ടികളെ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളായിരുന്നു. സണ്ണി സാറിന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. എല്ലാ കുട്ടികളെയും ഒരേപോലെ സണ്ണി സാറ് പല പ്രാവശ്യം പറയുന്നതാണ്, രാത്രിയൊക്കെ നമ്മുടെ എന്തെങ്കിലും മീറ്റിങ്ങുകളിൽ 10 മണി 11 മണി ആയി കഴിഞ്ഞാൽ കുട്ടികൾ സണ്ണി സാറിന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. അവരയച്ചിരിക്കുന്ന മെസ്സേജ് കുട്ടികൾ കണ്ടില്ലെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമമായി എന്ന് സണ്ണി സാർ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാലും അത്രയും കുട്ടികളുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ളൊരു അധ്യാപകനാണ് സണ്ണി സാറ്. സണ്ണി സാറ് ഇനിയുള്ള കാലഘട്ടത്തിലും ഇതേപോലെ തന്നെ എല്ലാ കുട്ടികൾക്കും നല്ല ഒരു ഗുരുനാഥനായിട്ട് ഇനി ഉടങ്ങട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. എനിക്കിതിപ്പോ മനോജിനെ പരിചയം, ഞങ്ങൾ 10ാം ക്ലാസ്സിൽ ഒരുമിച്ച് ചോദിച്ചാണ്. അങ്ങനെയുണ്ട്. പിന്നെ ഇപ്പൊ പാർഷ്യലി ഒരു അധ്യാപകനാണ് ഞാൻ. ഓക്കെ, അപ്പൊ സാറ് ആദരിക്കട്ടെ. അതെങ്ങനെ? ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്. അതായത് സാറിന്റെ മോള് ദേവൻ പബ്ലിക് സ്കൂൾ ഉണ്ടായിരുന്നു. ഞാൻ കൊച്ചിന്റെ അധ്യാപകരാ തോയലില് അന്നാണ് കണ്ടുപരിചയം. പെട്ടു പിന്നെ സന്തോഷം. പിന്നെ കണ്ടുപരിചയം. ഞാൻ ഇതിപ്പോ ബാക്കി ആൾക്കാരെ എനിക്കെല്ലാം പരിചയമില്ല. എങ്കിലും ഞാൻ എൻ്റെ ഒരു അധ്യാപകൻ പറഞ്ഞ ഒരു കഥ ഇപ്പൊ നിങ്ങളുടെ എല്ലാവരും സാറിനെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് അത് അതിനകത്തായി തോന്നി. അത് ഞാൻ പറയാം. എപ്പോഴും ഓർത്തിരിക്കണം. ഞാൻ മാസ്റ്റർ ഡിഗ്രി MBA ചെയ്യുമ്പോൾ ഞങ്ങളുടെ പ്രിൻസിപ്പളുടെ ശേഷമാണ് പ്രൊഫസർ. അപ്പോൾ പുള്ളി പറയും ഒരു കഥ പറഞ്ഞു. ഒരിക്കൽ ആ കാലഘട്ടത്തിൽ, അതായത് കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധ്യാപകനെ പഠിപ്പിച്ച അയാളുടെ അധ്യാപകൻ, അയാൾ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഈ അവർ ഒരു മൈസൂർ പഠിച്ചു. അപ്പോൾ കന്നഡ ആ സിറ്റുവേഷൻ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അയാൾ ഏതോ ഒരു ഉദ്ഘാടനത്തിന് ഈ പ്രൊഫസർ ആ വഴി വരുന്നുണ്ട്. അപ്പോൾ ഈ സാർ എന്ത് ചെയ്തു, വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ സാർ ഏതായാലും വന്ന് ഞങ്ങളുടെ കുട്ടികളുടെ നിന്ന് എന്തെങ്കിലും 4 വാക്ക് പറയണം. അങ്ങനെ ചെറിയൊരു അസംബ്ലിയൊക്കെ കൂടി ഈ പ്രൊഫസറെ ആദരിച്ചു. അപ്പോൾ ആ പ്രൊഫസർ കഥ പറയാം. ഒന്നുമില്ല, നമ്മുടെ ഇപ്പോഴത്തെ മാവേലിയുടെ വാമനന്റെ കഥ. അപ്പോൾ ഈ സാധാരണ യൂഷ്വലി അതായത് അക്കാലങ്ങളിലൊക്കെ ഒരു സാർ പറഞ്ഞനുസരിച്ച് ഏറ്റവും പഠിക്കുന്ന കുട്ടികളേറ്റവും മുൻനിരയിലും മണ്ടന്മാരായ പഠിക്കാത്ത കുട്ടികളേറ്റവും ആ ഒരു രീതിയിലായിരുന്നോണ്ടിരുന്നത്. അപ്പൊ ഈ കഥ പറഞ്ഞപ്പോൾ ആദ്യത്തെ
ചവിട്ടിന് ഭൂമി അളന്നു. രണ്ടാമത്തേതിൽ പാറ അത് അളന്നു. മൂന്നാമത്തെ ചവിട്ടാൻ വേണ്ടിയിട്ട് തല കൊടുത്തു. അപ്പോൾ അല്ല, മുന്നിൽ നിന്ന് ഒരു ബുദ്ധിമാനായ കുട്ടി ചോദിച്ചു. അപ്പൊ ഈ ആദ്യത്തെ സ്റ്റെപ്പിൽ ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ മാവേലി അവിടെ നിന്നേന്ന് ചോദിച്ചു. അന്നേരം പുറകിൽ നിന്നുള്ള ഒരു നമ്മൾ സാധാരണ വിദ്യാർത്ഥി മോശം നടന്ന കുട്ടി വന്നു, എടാ അത്രയും വലിയ കാലുള്ള മാവേലി ഈ വാമനന്റെ വിരലിന്റെ ഇടയ്ക്കാൻ നിന്നു സ്ഥലം ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ സാറ് പറഞ്ഞത് കഥയത് തന്നെ. അങ്ങനെ അതിൽ പിടിച്ച ഈ അധ്യാപകൻ ഈ പ്രൊഫസർ രക്ഷപ്പെട്ടു. അപ്പം നിങ്ങൾ ക്ലാസ് എടുക്കാതെ പഠിപ്പിക്കാൻ ചെല്ലും ഒരു കുട്ടികളെയും കഴിവ് കുറച്ച് കാണാൻ പാടില്ല. ആ ഒരു ഇത് സാറ് പറഞ്ഞപ്പോൾ എല്ലാ കുട്ടികളെയും ഒരേപോലെ പരിഗണിക്കുന്നു എന്ന ആ ഒരു സന്ദേശം നിങ്ങളെല്ലാവരും ആശംസകൾ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഇനിയും അത് കണ്ടിന്യൂ ചെയ്യട്ടെ. I always keep the books down and I ask the students to open all their senses. ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ഞാൻ എങ്ങനെയാണ് ഒരു അധ്യാപകനായേ എന്നുള്ളത് പലരും ഇവിടെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാനിവിടെ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. എന്ന് പറഞ്ഞാൽ എല്ലാ ടീച്ചേഴ്സിനും അറിയാവുന്ന, 100 മാർക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ എല്ലാവരോടും നമ്മുടെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ആരോഗ്യകരമായി വളർന്നു വന്നിരുന്നൊരു കാലമായിരുന്നു. അതിനുശേഷം ഞാൻ പയ്യെ മോശം മീൻസ് പഠനത്തിൽ എങ്ങനെയാണ് നന്നായി പഠിക്കേണ്ടതെന്ന് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. അപ്പോൾ ഓരോ സബ്ജക്റ്റുകളും വളരെ മോശമായി വന്നു. ഇപ്പോൾ രാവിലെയൊക്കെ നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന 10ാം ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന അധ്യാപകർക്ക് മുമ്പിലിരിക്കുന്ന 2 ബെഞ്ചുകാരുണ്ട്. അവരൊക്കെ രാവിലെ ട്യൂഷന് പോകുന്നവരാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് 5 കിലോമീറ്റർ നടന്ന് വേണം ഇവിടെ എത്താൻ. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ട്യൂഷൻകാരൊക്കെ ട്യൂഷൻ കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ക്ലാസ്സിലെത്തിയിട്ടുണ്ടാവും. അപ്പം അന്ന് ഞാൻ തീരുമാനിച്ചൊരു കാര്യമുണ്ട്. ഇഫ് ഐ ബിക്കം എ ടീച്ചർ, I'll concentrate on the last one and the weakest one. അവന് മനസ്സിലായി കഴിഞ്ഞാൽ ഈ ക്ലാസ്സിലുള്ള എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ ക്ലാസ്സിലുള്ള ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ഇല്ലെങ്കിൽ മനസ്സിലാക്കാത്ത, ആരാരും പരിഗണിക്കപ്പെടാത്ത ആ കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ആ ക്ലാസ്സിലുള്ള എല്ലാവർക്കും മനസ്സിലാവും, ആരെയും വിട്ടുപോകില്ല. അപ്പൊ അന്നേ ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ്. അത് പലയിടത്തും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ അത് ഒമാനിലും വിദേശത്തും ഒക്കെ ജോലി ചെയ്തപ്പോൾ ഞാനത് അനർത്ഥമാക്കിയിട്ടുണ്ട്. അതായിരുന്നു എൻ്റെ ശ്രദ്ധ. അതായിരുന്നു 6ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു ഒമാനി പയ്യൻ. അവൻ ഒരു അഡൾട്ടാണ്, അവന് 18 വയസ്സ് കഴിഞ്ഞവനാണ്. പക്ഷെ അവൻ 6ാം ക്ലാസ്സിലാണ്. ഞാൻ ആ സ്കൂളിൽ ചെല്ലുമ്പം ഇവരെ എല്ലാ അറബിക്, അതായത് ടുണീഷ്യൻ, മൊറോക്കൻ, സുഡാനീസ്, ഇവരൊക്കെയാണ് അവിടുത്തെ മെയിൻ ടീച്ചേഴ്സ്. അപ്പോൾ ഇവരെ എപ്പോഴും പുറത്ത് നിർത്തിയിരിക്കുക. അപ്പോൾ റാഷിദ് എന്നാണ് ഇവൻ്റെ പേര്. ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോഴും ഇവൻ ഭവ്യതയോട് കൂടി പുറത്ത് നിൽക്കിയിരിക്കും. അപ്പോൾ ഞാൻ ഉടനെ ഇവനെ വിളിച്ച് അകത്ത് കയറ്റിയിരുത്തി. അപ്പോൾ എന്നിട്ട് അവനോട് ഞാൻ പറഞ്ഞു, ഞാനും നീയും സദീഖാണ്. അപ്പോൾ ഇവനും ഇങ്ങനെ കരച്ചിൽ വരാൻ തുടങ്ങി. എന്നെ എല്ലാ ടീച്ചേഴ്സും പുറത്തേ നിർത്തണുള്ളൂ, സാറ് മാത്രമാണ് എന്നെ ക്ലാസ്സിൽ കയറ്റി നിർത്തിയത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? അയാളെ ഇവൻ്റെ അപ്പൻ ഒരു അസുഖമൊക്കെയുള്ള മനുഷ്യനാണ്, പക്ഷെ ഒരു സ്കൂളിലെ വണ്ടി ഓടിക്കുന്ന ഒരാളാണ്. അപ്പം അന്ന് വൈകുന്നേരം ഞാൻ ചെന്ന പാടെ ഞാൻ ഇവൻ്റെ വീട് അന്വേഷിച്ച് പോയി. എന്നിട്ട് ആ അപ്പനെ കണ്ടുപിടിച്ചു. അപ്പോൾ ഇവന് 18 വയസ്സുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇവന് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കൊടുക്കണം. അപ്പോൾ ഇയാൾ എന്നിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കൊടുത്തു. പിന്നെ ഒരു 3 കൊല്ലം കഴിഞ്ഞ് ഇബ്രിയിൽ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ദിവസം ഇബ്രി ടൗണിൽ നിൽക്കുമ്പോൾ ഒരു പയ്യൻ ഓടി വന്നിട്ട് എന്നോട് ചോദിച്ചു, ജോസഫ് ഡോക്ടർ ഇത് അറഫന? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കത്ര മനസ്സിലായില്ല. ഉടനെ തന്നെ പുള്ളി എന്നെ കൂട്ടി അടുത്ത സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി കുറച്ച് ചോക്ലേറ്റും കുറച്ച് ജ്യൂസും ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഞാൻ റാഷി. ഇപ്പോൾ എനിക്ക് ഒരു ദിവസം വന്ന് എനിക്ക് 30 റിയാലേ ഒരു കോളേജ് അധ്യാപകനായിട്ടുള്ള എനിക്ക് കിട്ടുള്ളൂ. 30 റിയാലാണ് ശമ്പളം. എന്ന് പറഞ്ഞാൽ 3500-4000 രൂപയുടെ അടുത്തുണ്ട്. അപ്പോൾ ഇവന് 50 റിയാലേ കിട്ടും. ഒരു ട്രക്ക് ഡ്രൈവറാണ്. സലാലയ്ക്ക് ട്രക്ക് ഓടിക്കുകയാണിത്. കാരണം ഈ ഏണിങ് അതിന് പറഞ്ഞു, ഞാൻ അടുത്ത ഒരു കല്യാണമൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്,
ഉസ്താദ് വരണം. അപ്പോൾ ഒരാൾക്ക് എന്താണ് വേണ്ടത് എന്നറിഞ്ഞ് അയാൾക്ക് വേണ്ടത് കൊടുക്കുന്നതിനാണ് അധ്യാപകൻ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ കയ്യിലിരിക്കുന്നത് കൊടുക്കുക, അത് പഠിച്ചില്ലെങ്കിൽ ശിക്ഷിക്കുക. ഇവിടെയൊക്കെ അധ്യാപകർ എങ്ങനെ ഉണ്ടായിരുന്നു? ഫിസിക്സ് മനസ്സിലായില്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പുറത്ത് നിർത്തുക, നമ്മുടെ ആരോഗ്യം മുഴുവൻ ഉപയോഗിച്ച് പണിഷ് ചെയ്യുക. ഇപ്പോൾ ഈ ജിബിയോടൊക്കെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സ്കൂളിൽ ചെന്നപ്പോൾ ഒത്തിരി കുട്ടികൾക്ക് വായിക്കാൻ അറിയില്ല. അപ്പോൾ വായിക്കാൻ അറിയാനുള്ള ഞാൻ പറഞ്ഞു, എനിക്ക് സ്റ്റോറി കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 3ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഒരു ബെഡ് ടൈം സ്റ്റോറി അയച്ചു കൊടുക്കും. ഇതുവരെ അവർ കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ അവർ വായിച്ചിട്ടില്ലാത്ത ഒരു സ്റ്റോറി അയച്ചു കൊടുക്കും. ഉദാഹരണത്തിന് ദ ഫാദർ ദ ബോയ് ആൻഡ് ദി എക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറി ഇപ്പോൾ നമ്മൾ ആ പിള്ളേർ വായിച്ചു കേൾക്കുകയാണെങ്കിൽ നമ്മൾ വായിക്കുന്നേക്കാളും നന്നായിട്ട് ഇപ്പോൾ അവർ വായിക്കും. ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയോ വർക്ക് ചെയ്യുമ്പോൾ പിന്നെ വേറൊരു ചിന്തയൊന്നും ഉണ്ടാവില്ല. ഏറ്റവും നല്ല ഡ്രീംസ്, നല്ല ഐഡിയാസ് ഒക്കെ വരുന്നത് സ്വപ്നത്തിലാണ്. അത് പലപ്പോഴും ഏർലി മോർണിംഗിലൊക്കെ ആയിരിക്കും. അത് പിറ്റേ ദിവസം തന്നെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവും. അതിന് പിന്നെ ഫെയിലിയർ ഉണ്ടോ അങ്ങനെയൊന്നും നോക്കാറില്ല. അപ്പോൾ റോട്ടറി മിസ്റ്റി മെഡോസിലെ എല്ലാവർക്കും, പ്രസിഡന്റ് ആക്സിഡന്റും നമ്മുടെ സന്തോഷ് ജിക്കും റജിക്കും ഷാജിക്കും ജിബിനും പരിചയപ്പെടാൻ കഴിഞ്ഞ ജസ്റ്റിനും എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. സോ ഇറ്റ് ഈസ് സോ ഡിയർ ടു മീ. താങ്ക് യു സോ മച്ച്. ഇന്ന് അധ്യാപകർക്ക് നമ്മൾ ഒരാളെ ആദരിച്ചുള്ളൂവെങ്കിലും ഒരുപാട് അധ്യാപകർ ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ കൂടി കടന്നുപോയി. ഇപ്പോൾ സണ്ണി സാറ് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് വരെ ഒരു അധ്യാപകൻ എന്താവണം എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ ഇന്നത്തെ നമ്മളിങ്ങനെ ഒരാളെ ആദരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടി നമ്മുടെ അധ്യാപകരെ നമ്മളെ പഠിപ്പിക്കുകയും നമുക്ക് ജീവിതത്തിൽ താങ്ങാവുകയും ചെയ്ത എല്ലാ അധ്യാപകരെയും നമ്മൾ ഓർക്കുകയാണ് ചെയ്തത്. ഒരു സണ്ണി സാറിന് എല്ലാവിധ അധ്യാപനത്തിന്റെ ആശംസകളും. അപ്പം നേരത്തെ മനോജ് പറഞ്ഞ പോലെ നമ്മളെ പഠിപ്പിച്ച നമ്മളെ ഗുരുപുത്രന്മാരായ എല്ലാവരെയും നമുക്ക് ഈ ഒരു നിമിഷം നമുക്ക് ഓർക്കാം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം ഇത്തരത്തിലുള്ള ഒരു ചടങ്ങ് റോട്ടറി ക്ലബ്ബിൽ നടത്തിയ അതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും വളരെ സ്നേഹത്തോടു കൂടി അവർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് സണ്ണി സാറിന്. ഓക്കെ, താങ്ക് യു.